അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അള്ളാഹുവിൻ്റെ ദീനിൽ പുതിയ കാര്യങ്ങൾ ചേർക്കാൻ പാടില്ല, നമ്മളുടെ വകയായി ഉണ്ടാക്കാൻ പാടില്ല എന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ നമ്മൾ തെളിവായി ഉദ്ധരിച്ചു. അതോടൊപ്പം തന്നെ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മതത്തിൽ കൂട്ടിച്ചേർത്ത പല കാര്യങ്ങളെയും പണ്ഡിതന്മാർ തള്ളിക്കളഞ്ഞതും നമ്മൾ മനസ്സിലാക്കേണ്ട. ഇനിയും ഇഷ്ടം പോലെ തെളിവുകൾ ആ വിഷയത്തിൽ നമുക്ക് പറയാൻ കഴിയും. ഇനി നമ്മൾ പരിശോധിക്കേണ്ടത്, അങ്ങനെയാണെങ്കിൽ ഈ നബിദിനം റബീഉൽ അവ്വൽ 12-ന് റബീഉൽ അവ്വൽ മാസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരാചാരം, ഒരാഘോഷം, അത് പുതിയതാണോ അല്ലേ എന്നതാണ്. നബിദിനം ആഘോഷിക്കുന്ന ഒരാളും പറയില്ല റബീഉൽ അവ്വൽ മാസത്തിൽ റബീഉൽ അവ്വൽ 12-ന് പ്രാധാന്യം നൽകിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ ജന്മദിനം ആഘോഷിക്കാൻ പഠിപ്പിച്ചു എന്ന്. ഒരാളും അത് പറയില്ല. എല്ലാവരും പറയുന്നതാണ് അത് പിൽക്കാലത്തുണ്ടായതാണ് എന്നാണ്. തുഫൈൽ നമുക്ക് കാണാം, അൻ അമലിൽ മൗലിദി, മൗലിദിനെ കുറിച്ച് ചോദിച്ചപ്പോൾ എന്താ പറയുന്നത്? ഹാഫിളു സുയൂത്തി പറഞ്ഞതായി എടുത്തു ധരിക്കാൻ, അൻ അമലിൽ മൗലിദിൻ നബവി ഫീ ഷഹ്ർ റബീഉൽ അവ്വൽ, റബീഉൽ അവ്വൽ മാസത്തിലെ നബിദിനാഘോഷത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ മാ ഹുക്മുഹു മിൻ ഹൈസു ശറഅ, എന്താണ് ശറഅ അനുസരിച്ച് അതിന്റെ വിധി, വഹൽ ഹുവ മഹ്മൂദുൻ ഔ മദ്മൂമുൻ വഹൽ യുസാബു ഫായിലുഹു ഔ ലാ, അത് ചെയ്യുന്ന ആൾക്ക് കൂലി കിട്ടോ ഇല്ലേ എന്നൊക്കെ ചോദിച്ച ചോദ്യത്തിന് സുയൂത്തി നൽകുന്ന മറുപടി എന്താ? വൽ ജവാബു അന്ന അസ്ല അമലിൽ മൗലിദി, മൗലിദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലദിഹു ഇജ്തിമാഉ നാസി വ ഖിറാഅത്തു മാ തയസ്സറ മിനൽ ഖുർആനി വ റിവായത്തുൽ അഖ്ബാരിൽ വാരിദ ഫീ മബ്ദഇ അംരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വമാ വഖഅ ഫീ മൗലിദിഹി മിനൽ ആയാത്ത്. എന്താ ചെയ്യുന്നത്? ആളുകൾ ഒരുമിച്ച് കൂടുന്നു, കുറച്ച് ഖുർആൻ ഓതുന്നു, എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പറയുന്നു, ജനിച്ചെന്നുണ്ടായ കുറെ സംഭവങ്ങൾ പറയുന്നു, പിന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. വയൻസരിഫൂന മിൻ ഗൈരി സിയാദ അലാ ദാലിക്, ഇത് കഴിഞ്ഞിട്ട് പിരിഞ്ഞു പോകുന്നു, വേറൊന്നുമില്ല. ഇത് മിനൽ ബിദ്അഇൽ ഹസന, മിനൽ ബിദ്അഇൽ ഹസന, നല്ല ബിദ്അത്തിൽപ്പെട്ടതാകുന്നു. എന്താ നല്ല ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉള്ള ഒരു കാര്യത്തിന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള ഒരു വിഷയം, അത് നല്ലതാണ്, അത് നല്ല ബിദ്അത്താണ് എന്ന് ഒരാളും പറയില്ല. അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച ഒരു കാര്യത്തെക്കുറിച്ച് അത് നല്ല ബിദ്അത്താണ് എന്ന് ആരും പറയില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തില്ലാത്ത, സ്വഹാബത്തിന്റെ കാലത്തില്ലാത്ത, പിൽക്കാലത്തുണ്ടായ കാര്യത്തെയാണ് ഈ പണ്ഡിതന്മാർ ബിദ്അത്തുൻ ഹസന എന്ന് പറയുന്നത്. ഇതേ കാര്യം സുമ്മ ദക്കറ അന്നഹു സുഇല ശൈഖുൽ ഇസ്ലാം ഹാഫിദുൽ അസ്ർ അബുൽ ഫദ്ൽ അഹ്മദ് ഇബ്നു ഹജർ അൻ അമലിൽ മൗലിദി ഫഅജാബ ബിമാ നസ്ഹു അസ്ലു അമലിൽ മൗലിദി ബിദ്അത്തുൻ ലം യുൻഖൽ അൻ അഹദിൻ മിനസ് സലഫിസ് സ്വാലിഹി മിനൽ ഖുറൂനി സലാസ. എത്ര കൃത്യമാണ് നോക്കൂ, എത്ര കൃത്യമാണ് നോക്കൂ നമ്മൾ. ഇബ്നു ഹജറിന്റെ മറുപടി എന്താ? അസ്ലു അമലിൽ മൗലിദി ബിദ്അ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുക എന്നതിന്റെ അസ്ലു ബിദ്അത്താണ്, അതിന്റെ അടിസ്ഥാനം തന്നെ ബിദ്അത്താണ്. ലം യുൻഖൽ അൻ അഹദിൻ മിനസ് സലഫി സ്വാലിഹി മിനൽ ഖുറൂനി സലാസ, ഉത്തമ നൂറ്റാണ്ടുകളായ 3 നൂറ്റാണ്ടുകളിൽപ്പെട്ട ഒരാളിൽ നിന്നും അങ്ങനെ ഒരു നബിദിനാഘോഷം, ജന്മദിനാഘോഷം റബീഉൽ അവ്വൽ മാസത്തിൽ റബീഉൽ അവ്വൽ 12-ന് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ്. നമ്മൾ ആലോചിക്കേണ്ടത്, നേരത്തെ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അള്ളാഹു പൂർത്തിയാക്കിയ ദീനിൽ ഇല്ലാത്ത ഒരു കാര്യം നമ്മുടെ വകയായി നമ്മൾ ദീനിൽ കൂട്ടിച്ചേർക്കേണ്ടതുണ്ടോ? അങ്ങനെ ഒന്ന് ദീനിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ അതിനെ വലിയൊരാഘോഷമാക്കി ആചാരമാക്കി കൊണ്ടാടേണ്ടതുണ്ടോ എന്നതാണ്. ഇതേ കാര്യം പിൽക്കാലത്ത് വന്ന കിതാബുകളിൽ നമുക്ക് കാണാം. ഖാല സഖാവി ഇന്ന അമലൽ മൗലിദി ഹദസ ബഅദൽ ഖുറൂനി സലാസ, യാനത്തിലുണ്ട്. സഖാവി പറഞ്ഞതായി കാണാം, ഇത് 3 നൂറ്റാണ്ടിന് ശേഷം ഉണ്ടായതാണ്. അതാണ് തഴവ പാടിയതും മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300-ന് ശേഷം വന്നതാ എന്നും സഖാവി പറഞ്ഞതായി കാണുന്നതാ, അത് ഹലബി 3-ാം ഭാഗമിൽ നോക്കേണ്ടതാ എന്ന് പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോ ഈ മൗലിദ് കഴിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തില്ല, അള്ളാഹുവിൻ്റെ റസൂലിന്റെ തൊട്ടടുത്ത തലമുറയിലില്ല. ഈ 3 തലമുറയിലും ഇല്ലാത്ത ഒരു കാര്യമാണ് വലിയ പോരിശയോടുകൂടി ഇന്ന് ജന്മദിനാഘോഷം എന്ന പേരിൽ, മൗലിദ് അക്ബർ എന്നൊക്കെ പറഞ്ഞ് പല പേരിൽ കാലത്തിനനുസരിച്ച് കോലം മാറ്റി ആളുകളെ ആകർഷിക്കുന്ന തരത്തിൽ, ജനങ്ങളെ അതിൻ്റെ വർണ്ണപ്പകിട്ടുകളോടുകൂടി ആകർഷിക്കുന്ന തരത്തിൽ ചില ആളുകൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കേണ്ടത്, ഇത്
ആഘോഷിക്കണമെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയോ സ്വഹാബത്തിൻ്റെയോ പിന്നീടുള്ള തലമുറയിലെയോ ഇല്ല എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയ ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെയുള്ള കാര്യത്തിനാണ് ഇന്ന് നമ്മളുടെ നാട്ടിലുള്ള ചില പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആനിൽ നിന്ന് ആയത്ത് ഉദ്ധരിക്കുന്നത്. നോക്കൂ, നബിദിനാഘോഷത്തിന്റെ വേദികളിലും അവരുടെ റീൽസുകളിലുമൊക്കെ ഇഷ്ടം പോലെ ആയത്തുകളാണ്, ഹദീസുകളാണ്. എന്തിനായി തെളിവുദ്ധരിക്കുന്നത്? മുമ്പ് കഴിഞ്ഞുപോയ പണ്ഡിതന്മാരൊക്കെ പിൽക്കാലത്തുണ്ടായ നല്ല ആചാരമാണ് എന്ന് പറഞ്ഞ ഉത്തമ നൂറ്റാണ്ടിൽ എവിടെയും ഉണ്ടായിട്ടില്ല എന്ന് ഈ ആളുകൾ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ കൃത്യമായി വിശദീകരിച്ച ഒരു കാര്യത്തിന് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും തെളിവുദ്ധരിക്കുമ്പോൾ അതിൽ എത്രമാത്രം സത്യസന്ധതയുണ്ട് എന്നുകൂടി നമ്മൾ ആലോചിക്കുക. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ കൃത്യമായി മനസ്സിലാക്കേണ്ടത് ഇതാണ്: അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബത്ത് അങ്ങനെ ഒന്നും ആഘോഷിച്ചിട്ടില്ല, ഉത്തമ തലമുറയിലും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അത് നമുക്ക് വേണമോ ദീനിന്റെ പേരിൽ എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നേരത്തെ പറഞ്ഞ മാനദണ്ഡങ്ങൾ വെച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്ത, സ്വഹാബത്തിന് പരിചയമില്ലാത്ത, ഉത്തമ തലമുറയിൽ എവിടെയും ഇല്ലാത്ത ഒരാചാരം നമുക്കും ആവശ്യമില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും. ആ ബോധ്യപ്പെടലാണ് സത്യത്തോട് ചേർന്ന് നിൽക്കൽ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.